ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ത്യ ചാമ്പ്യന്മാരായ ഇത്തവണത്തെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു കഥയിലും ഹീറോ ആയി നായകൻ ഉണ്ടാകും. എന്നാൽ ആ നായകൻ്റെ സഹായികളായി ഉപനായകന്മാരും ഉണ്ടാകും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ആദ്യ മത്സരങ്ങളിലെല്ലാം ബെഞ്ചിലിരുന്ന് പിന്നീട് 11-ലെത്തി ടീമിന് അനിവാര്യമായ ഘട്ടത്തിൽ വിജയങ്ങളിലൂടെ ഇന്ത്യൻ ടീമിനെ കിരീടം നേടിക്കൊടുത്ത നായകൻ സഞ്ജു സാംസൺ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. എന്നാൽ ആ നായകന് സഹായികളായിക്കൊണ്ട് ചില ഉപനായകന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബുംറ തന്നെയായിരുന്നു. വിക്കറ്റിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം ന്യൂസിലാൻഡിനെതിരെ ഫൈനൽ മത്സരത്തിൽ 15 റൺസിന് 4 വിക്കറ്റ് എടുത്ത ആ ഒരു പ്രകടനം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ നിർണായകമായ മത്സരങ്ങളുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് സെമി ഫൈനൽ മത്സരത്തിൽ ബുംറയുടെ ഡെത്ത് ഓവറുകൾ. ആ മത്സരത്തിലെ 16-ാം ഓവറിലും 18-ാം ഓവറിലും ബൗൾ ചെയ്ത ബുംറ 7ഉം 6ഉം റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അത് വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ എടുത്തു നോക്കിയാലും വിക്കറ്റുകൾ നേടുക എന്നതിനേക്കാൾ ഉപരി റൺസ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബുംറയുടെ ബൗളിങ്ങിൽ നമ്മൾ കൂടുതൽ കണ്ടത്. 14 വിക്കറ്റുകളാണ് ഈ വേൾഡ് കപ്പിൽ ബുംറ നേടിയെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ വിക്കറ്റുകൾ നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിർണായകമായിരുന്നു റൺസ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത്. അത് കൃത്യമായി നിർവഹിച്ച ഒരു ബൗളറാണ് ബുംറ. അതുകൊണ്ട് തന്നെ ബുംറയുടെ പ്രകടനം ഈ വേൾഡ് കപ്പ് നേടുന്നതിൽ വളരെ നിർണായകം തന്നെയായിരുന്നു. നിർണായക പങ്ക് തന്നെയാണ് ബുംറ വഹിച്ചിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഡുപ്ലീസസ് പറഞ്ഞത്, ബുംറ ഒരു അത്ഭുത വിളക്കാണ്. ആ അത്ഭുത വിളക്കിൽ ക്യാപ്റ്റൻ ഉരസുമ്പോൾ ബുംറ പുറത്തു വരും. തൻ്റെ ഓവറുകൾ ഭംഗിയായി ബൗൾ ചെയ്ത് മത്സരം ക്യാപ്റ്റൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് ബുംറ തിരിച്ചു പോകുമെന്ന്. അത് വെറുതെ പറഞ്ഞതല്ല. ബുംറയുടെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടു തന്നെയാണ് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ മുൻകാല ക്രിക്കറ്റർമാർ പറയുന്നത്. വേൾഡ് കപ്പ് നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച മറ്റൊരു കളിക്കാരനാണ് ഇഷാൻ കിഷൻ. ടൂർണമെൻറ്റിലുടനീളം ഇഷാൻ കിഷൻ നേടിയത് 317 റൺസായിരുന്നു. അതിലേറ്റവും മികച്ച ഒരു ഇന്നിങ്സ് പാകിസ്ഥാനെതിരെ 77 റൺസ് എടുത്ത ഇന്നിങ്സ് തന്നെയായിരുന്നു. മറ്റൊരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ഫൈനൽ മത്സരത്തിൽ നേടിയ അതിവേഗ 50 ആയിരുന്നു. അങ്ങനെ ഈ ടൂർണമെൻറ്റിൻ്റെ തന്നെ പ്രധാന പങ്കുവഹിച്ച ബാറ്ററായിരുന്നു ഇഷാൻ കിഷൻ. മറ്റൊരു കളിക്കാരൻ ശിവം ദൂബെ ആയിരുന്നു. ശിവം ദൂബെ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ച ഒരു വേൾഡ് കപ്പായിരുന്നു ഇത്. ഏറ്റവും നിർണായകമായത് ഏതെന്ന് ചോദിച്ചാൽ അയാൾ നേടിയ സ്കോറുകളെല്ലാം നിർണായകം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ നോക്കൌട്ട് മത്സരം പോലെ കളിക്കേണ്ടി വന്ന ആ മത്സരത്തിൽ തുടരെ 2 ഫോറുകൾ നേടിയത് വളരെ നിർണായകമായിരുന്നു. ഫൈനൽ മത്സരത്തിൽ 300-ലേക്ക് എത്തുമായിരുന്ന സ്കോർ ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ജെയിംസ് നീഷം വില്ലനായപ്പോൾ ഇന്ത്യയുടെ സ്കോറിംഗ് മന്ദഗതിയിലായിരുന്നു. എന്നാൽ അവസാന ഓവറിൽ 6 പന്തിൽ 2 സിക്സും 3 ഫോറും അടക്കം 8 പന്തിൽ 26 റൺസുമായി ഇന്ത്യയെ 255 എന്ന സ്കോറിലേക്ക് എത്തിച്ചതിൽ ശിവം ദൂബെയുടെ പങ്കുണ്ടായിരുന്നു. സിംബാബ്വെക്കെതിരെ അത്യുജ്വല ഇന്നിങ്സ് കളിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും നിർണായകമായ അവസരത്തിൽ ഇന്ത്യക്ക് വേണ്ട സ്കോറുകൾ സമ്മാനിച്ച ഒരു ഫിനിഷർ തന്നെയായിരുന്നു ശിവം ദൂബെ. അയാളുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ച വേൾഡ് കപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ശിവം ദൂബെയുടെ ആ പ്രകടനത്തെ പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു താരമെന്ന് പറയുന്നത് ആരും പരാമർശിക്കാതെ പോയൊരു താരം തന്നെയാണ്. പക്ഷെ അയാളുടെ പ്രകടനങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ എടുത്തു നോക്കുമ്പോൾ എല്ലാം വളരെ നിർണായകമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് സൂപ്പർ 8-ൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള മത്സരത്തിൽ മധ്യ ഓവറുകളിൽ വരുൺ ചക്രവർത്തി പൊതിരെ തല്ലുവാങ്ങിയപ്പോൾ ഇന്ത്യൻ ടീമിനെ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് അക്സർ പട്ടേലിൻ്റെ ബൗളിംഗ് പ്രകടനമായിരുന്നു. വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്സർ പട്ടേലിൻ്റെ പ്രകടനം പാകിസ്ഥാനെതിരെ നേടിയ 2 വിക്കറ്റ് വളരെ നിർണായകമായിരുന്നു. ഫൈനൽ മത്സരത്തിൽ പവർ പ്ലേയിൽ അടക്കം 3 ഓവറിൽ 27 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയിരുന്നു. പവർ പ്ലേയിൽ നേടിയ വിക്കറ്റ് എന്ന് പറയുന്നത് ഫിൻ അലൻ. നമുക്കറിയാം, സെമി ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 33 പന്തുകളിൽ സെഞ്ചുറി നേടിക്കൊണ്ട് നാശം വിതച്ച ആ ബാറ്ററെ പവർ പ്ലേയിൽ തന്നെ മടക്കിക്കൊണ്ട് ഇന്ത്യക്ക് ആധിപത്യം നേടിക്കൊടുത്ത ബൗളർ കൂടിയാണ് അക്സർ പട്ടേൽ. കൂടുതൽ മത്സരങ്ങളിൽ വിക്കറ്റുകൾ അധികം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടിയ ഒരു ബൗളറായിരുന്നു അക്സർ പട്ടേലിൻ്റെ പ്രകടനവും അതിനിർണായകമായിരുന്നു ഈ വേൾഡ് കപ്പിൽ. മറ്റൊന്ന് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യയും ഒരു മുഴുനീള ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിർണായക ഘട്ടങ്ങളിൽ
ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെയും ബാറ്റിങ്ങിൻ്റെയും രക്ഷകനായി മാറിയ ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ പ്രകടനം, സഞ്ജു സാംസന്റെ ഹീറോയിസം അത് മറക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും അതിനോടുകൂടെ ചേർത്ത് പറയേണ്ടവർ തന്നെയാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞത്, ബുംറയാണ് ഇതിനർഹൻ, ബുംറ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവാർഡ് വാങ്ങാൻ ഇവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നെന്ന്. അങ്ങനെ ഒട്ടനവധി മത്സരങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച കളിക്കാർ തന്നെയാണ് ബുംറയും ശിവം ദൂബയും ഇഷാൻ കിഷനും അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും. അവരെയും നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.